Meet the editors. ചോദ്യം ഇതാണ്, മാറാൻ ഉദ്ദേശമില്ലേ? ശ്രീ ബാലകൃഷ്ണൻ, നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പൂച്ചെട്ടി ഹെൽമെറ്റ് തലയിൽ അടിക്കുന്ന പ്രയോഗം. അതിന് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ടത്, അത് പിന്നീട് എങ്ങനെ തിരിച്ചടിയായി എന്നുള്ള നിരീക്ഷണങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ ചർച്ചയായത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വിവിധ തലങ്ങളിലായി, ഇപ്പോൾ ദക്ഷിണ മേഖല റിപ്പോർട്ടിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ. അപ്പോൾ പാർട്ടി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അത് നിയമസഭയിൽ പ്രതിഫലിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും അത് രക്ഷാപ്രവർത്തനം എന്ന് തന്നെ വിശ്വസിക്കുന്നു. മാറാൻ ഉദ്ദേശമില്ലേ? നോക്കൂ, അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM-ന് തിരിച്ചടി ഉണ്ടായത് എന്നത് സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച റിപ്പോർട്ടിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ സുപ്രധാനമായ 2 വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് പറഞ്ഞ ഒരു കൊട്ടേഷനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവബന്ധം നഷ്ടമായി എന്നാണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകാശ് കാരാട്ട്. എന്താണ് ഈ പ്രകാശ് കാരാട്ടിൻ്റെ ഒരു പ്രത്യേകത? നമുക്കറിയുന്നത് പോലെ CPM-ൻ്റെ വിഭാഗീയതയുടെ കാലത്ത് ആ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന നേതാവാണ് അന്ന് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്. പിണറായി വിജയൻ പക്ഷത്തിനോടൊപ്പമായിരുന്നു അദ്ദേഹം അന്ന് നിലപാടെടുത്തിരുന്നത്. മറുപക്ഷത്ത് നിന്നിരുന്ന ആളാണ് സീതാറാം യെച്ചൂരിയാണ് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി. അപ്പോൾ അന്ന് ഔദ്യോഗിക പക്ഷത്തിനു വേണ്ടി നിലകൊണ്ട CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് പറയുന്നു, കേരളത്തിലെ പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവബന്ധം നഷ്ടമായിരിക്കുന്നു എന്ന്. രണ്ടാമതൊരു പ്രസ്താവന, അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ തോമസ് ഐസക് നടത്തിയതാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നു എന്നാണ്. ജനങ്ങളുമായുള്ള ജീവൽ ബന്ധം പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നു. ഏറെക്കുറെ 2 ഒരേ വാക്കാണ് അല്ലേ? ജൈവബന്ധം, ജീവൽ ബന്ധം. എന്താണ് ഈ ജൈവബന്ധം അല്ലെങ്കിൽ ജീവബന്ധം എന്ന് പറയുന്നത്? നോക്കൂ, ഏത് പാർട്ടിക്കാണ് തെറ്റുപറ്റാത്തത്? അല്ലെങ്കിൽ ഏത് സർക്കാരിനാണ് തെറ്റുപറ്റാത്തത്? സർക്കാരുകൾക്ക് തെറ്റുപറ്റുമ്പോൾ, പാർട്ടികൾക്ക് തെറ്റുപറ്റുമ്പോൾ അവരെയൊക്കെ ശിക്ഷിക്കുന്ന ഒരു രീതി ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ 2016 വലിയ വിവാദമായിരുന്നല്ലോ ബാർക്കോഴ, അതേപോലെ തന്നെ സോളാർ കേസ്. UDF-നെ ശിക്ഷിച്ചില്ലേ 2016? 2019 വിശ്വാസികളെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് CPM-നും ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തില്ലേ? അവരെ ശിക്ഷിച്ചില്ലേ? 2021 വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഇടതുപക്ഷ സർക്കാരിനെ അംഗീകരിച്ചില്ലേ? അവർക്ക് തുടർഭരണം കൊടുത്തില്ലേ? അപ്പോൾ ഈ പറയുന്ന പാർട്ടികൾക്ക് തെറ്റുപറ്റാറുണ്ട്, സർക്കാരുകൾക്ക് തെറ്റുപറ്റാറുണ്ട്. അവരെ ഒന്നും സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കുന്നൊരു സ്വഭാവം സംസ്ഥാനത്തെ ജനങ്ങൾക്കില്ല. കാരണം എന്താണെന്നറിയോ? ജനങ്ങളുമായി അപ്പോഴും ഒരു കണക്ട് ഉണ്ടാകും. അതാണ് ഈ ജീവൽ ബന്ധം അല്ലെങ്കിൽ ജൈവബന്ധം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ജനങ്ങൾക്കില്ല. നിങ്ങൾ തെറ്റ് തിരുത്തി വന്നാൽ നിങ്ങൾ അംഗീകരിക്കുകയാണ് പതിവ്. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ ജനങ്ങളുമായി നിരന്തരമായൊരു സൗഹാർദ്ദപൂർണ്ണമായ ബന്ധമുണ്ടാകണം. അതിനെയാണ് ജീവൽ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു CPM എന്നുള്ള വേവലാതി പറയുന്നത് ആരാണെന്നറിയാവോ? CPM-ൻ്റെ വിമർശകരല്ല, CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടാണ്. CPM-ൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ, ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച ഡോക്ടർ തോമസ് ഐസക്കാണ്. അവരിൽ നിൽക്കുന്നില്ലല്ലോ ഈ വിമർശനം. നമ്മൾ ആരുമല്ലെന്നേ CPM-നെ കുറിച്ച് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതിവിടുത്തെ അണികളായിട്ടുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളാണ്, അണികളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്, അണികളായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. അവരല്ലേ ഏറ്റവും രൂക്ഷമായ വിമർശനം ഈ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിച്ചത്. അതുമാത്രമല്ലല്ലോ, CPM-ൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള CPI-യുടെ ജില്ലാ സമ്മേളനങ്ങൾ എന്തായിരുന്നു വിമർശനം ഉണ്ടായിരുന്നത്? പരസ്യമായിട്ടല്ലേ അവർ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വിമർശനം ഉണ്ടാക്കിയത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിസഭ ഒന്നടങ്കവും മാറണമെന്ന് പറഞ്ഞിട്ടുള്ള ജില്ലാ കമ്മിറ്റികളുണ്ട് CPI-യുടെ. അതായത് CPI മന്ത്രിമാരടക്കം മാറിപ്പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ജില്ലാ കമ്മിറ്റികൾ. എന്തുകൊണ്ടാണ് ഒരു ഘടകകക്ഷിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇനി CPM-നുള്ളിൽ തന്നെ വന്നിട്ടുള്ള വിമർശനം എന്താണ്? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല, സർക്കാർ ജീവനക്കാർക്ക് DA കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിക്കും CPM-ൻ്റെ ഭരണത്തിനും തിരിച്ചടിയായിട്ടുണ്ട്. ആ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി വിമർശനമായി ഉന്നയിക്കപ്പെട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ മാത്രമല്ലോ, പാർട്ടി നേതൃത്വത്തിലെ പലരുടെയും ശൈലി, പാർട്ടി പ്രവർത്തകരുടെ ശൈലി, ഇതെല്ലാം തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പാർട്ടി അണികൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവരതെല്ലാം തന്നെ അവർ പങ്കാളികളായിരിക്കുന്ന കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM-ൻ്റെ വിമർശകരായിട്ടുള്ള മാധ്യമങ്ങളും CPM-ൻ്റെ വിമർശകരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ കൃത്രിമമായൊരു പ്രതീതി ഉണ്ടാക്കി ഈ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജനകീയ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നു എന്ന വിമർശനം വിലപ്പോകില്ല. അത്തരത്തിലുള്ളൊരു വിമർശനത്തിൻ്റെ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഈ പറയുന്ന എല്ലാ വിമർശനങ്ങളും ഉയർന്നു വന്നിരിക്കുന്നത് ആ പാർട്ടിക്കുള്ളിൽ നിന്നാണ്, CPM-നുള്ളിൽ നിന്നാണ്. അതൊരു വസ്തുതയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാറാൻ തയ്യാറാകേണ്ടത് CPM-ൻ്റെ നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയാണ്. മാറുക എന്ന് ഞാൻ പറഞ്ഞാൽ
നിങ്ങൾക്ക് ജീവൽ ബന്ധം ഈ സമൂഹവുമായി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണെന്നേ. അത് നിങ്ങൾ സ്വയം വിമർശനപരമായി പരിശോധിക്കണം. ഇന്നിപ്പോൾ അരുൺ ചോദിച്ചത് വളരെ ശരിയാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയാണ് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വരികയാണ് കേട്ടോ. ഈ രാജ്യത്ത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് കേന്ദ്ര സർക്കാരിന്. ഈ പറയുന്ന DYFIയുടെ ഈ ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ പേരുകൾ ഈ മന്ത്രിസഭ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം മഹത്തായ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ ഈ കേരളത്തിൽ. അവരുടെയൊക്കെ പേര് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടുമെന്ന് ഈ ഓഗസ്റ്റ് 15-ാം തീയതി. അങ്ങനെ ഒരു പേരും പോയതായിട്ട് എനിക്ക് അറിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് 10-12 DYFI പ്രവർത്തകർക്കെതിരായിട്ട് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഒന്ന് നോക്കൂ, കേരളം കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരുന്നൊരു ദൃശ്യമല്ലേ ഈ പറയുന്ന പൂച്ചട്ടി പ്രയോഗം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ചെടിച്ചട്ടി ഈ പറയുന്ന ഹെൽമെറ്റ് പ്രയോഗം എന്ന് പറയുന്നത്. നമ്മളെന്തിനാണെന്ന് ഇതൊക്കെ ആവർത്തിക്കുന്നത്? എത്രയോ സമയം നമ്മളിത് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പോലും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? ഞാൻ കടന്നു പോകുമ്പോൾ കാണുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിനുശേഷം എൻ്റെ പിന്നിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറയാൻ കഴിയില്ല. ശരിയാണ്, പിന്നിൽ കണ്ണുകളുള്ള മനുഷ്യരാരും ഇല്ല. പക്ഷേ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്താണ് ആ സമയത്തൊക്കെ നടന്നിട്ടുള്ളതെന്ന കാര്യത്തെക്കുറിച്ച് ഉത്തരവാദിത്വബോധത്തോടെ അന്വേഷിക്കണ്ടേ? ആ ദൃശ്യങ്ങളൊക്കെ കാണണ്ടേ? ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ഇതാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാപരമായ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ കോമൺ സെൻസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുകയാണെന്നേ. ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ? ഈ ഒരു വികാരം, ഞാനീ പറയുന്ന വികാരം കേരളം പങ്കുവയ്ക്കുന്ന വികാരമാണ്, കേരളം പങ്കുവെച്ച് കഴിഞ്ഞ വികാരമാണ്. ആ വികാരത്തിൻ്റെ പ്രതിഫലനമാണെന്നേ ഈ 2024 തോൽവി എന്ന് പറയുന്നത്. നോക്കൂ, ക്ഷേമ പെൻഷൻ കൊടുത്തില്ല, ശരിയാണ്, അത് സംബന്ധിച്ചൊരു പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ അതിനെതിരായിട്ട് സമരരംഗത്ത് വന്ന അന്നക്കുട്ടിയെയും മറിയക്കുട്ടിയെയും എങ്ങനെയാണ് ചിത്രീകരിച്ചത്? അവരോടുള്ള പ്രതികരണം ഈ പാർട്ടിയുടെ എങ്ങനെയായിരുന്നു? ഇത് അതേപോലെ തന്നെ അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ന സാധനങ്ങൾ ഇവിടെ കൊടുക്കാനില്ല എന്ന് എഴുതി വെച്ച് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച നടപടി എന്തായിരുന്നു? അതേപോലെ തന്നെയാണ് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുടനീളം ആളുകളെ ഗൺമാനും DYFIക്കാരും ഒക്കെ ഇറങ്ങി നിന്നങ്ങ് തല്ലുകല്ലേ എന്നേ. ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് വീണ്ടും കണ്ണിറുക്കി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി നല്ലതല്ല. അതുകൊണ്ട് ശൈലി മാറ്റത്തിന് തയ്യാറല്ല. പിന്നെ പിണറായി വിജയൻ്റെ പ്രശ്നം ഞാൻ പറയാം. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഒരു മുഖ്യ കാരണക്കാരനാണ് എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത്. പാർട്ടിയിലെ അണികൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി തങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന ബോധ്യം. ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളല്ലേ ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്നത്. അവർ കഞ്ഞുകുടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ആ മനുഷ്യർക്ക് അവരുടെ പ്രസ്ഥാനം, അവർ ഭാഗവാക്കായിട്ടുള്ള പ്രസ്ഥാനത്തിനെതിരായിട്ട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും അപജയം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവരാണെന്നേ കൂടുതൽ വേദനിക്കുക. അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് പിണറായി വിജയൻ്റെ പല പെരുമാറ്റ രീതികളും പൊതുസമൂഹത്തിൽ അപ്രീതിക്കിടയാക്കിയിട്ടുണ്ട് എന്ന്. അത് തുറന്ന് സമ്മതിച്ചാൽ അതൊരു വലിയ വീഴ്ചയാകും. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ അതിനുശേഷം ഈ പറയുന്ന 24 തെരഞ്ഞെടുപ്പിന് ശേഷം സ്വയം വിമർശനപരമായൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ജീവൻ രക്ഷാ പ്രവർത്തനമല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നാണ് ഇപ്പോഴും സമർത്ഥിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ശൈലി അല്ല ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം എന്ന് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അങ്ങനെ സമ്മതിച്ചാൽ അതൊരു വലിയ പരാജയമാവും. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ കഴിഞ്ഞ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തോട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത്. അത് ഈ മുഖ്യമന്ത്രിയെ മാറ്റാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് പ്രതിപക്ഷത്തോടല്ല കേട്ടോ, സത്യത്തിൽ പ്രതിപക്ഷത്തോടല്ല ഈ പറയുന്ന പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അത് പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന ആഹ്വാനമാണ്. ഇപ്പോൾ SFIക്കാരെ പിന്തുണച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് SFIക്കാരെ പിന്തുണച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? നോക്കൂ, 35 രക്തസാക്ഷികളെ സൃഷ്ടിച്ച ജീവത്യാഗം ചെയ്തവരുടെ പാർട്ടിയാണ് SFI. SFIയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും ആരും ഇവിടെ കുറച്ച് കാണുന്നില്ല. പക്ഷേ പൊതുസമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുക്കൻ, ഒരു ചെറിയ പയ്യൻ നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. പ്രിൻസിപ്പളാണെന്നൊന്നും നോക്കത്തില്ല, നിങ്ങളുടെ ആ നെഞ്ചത്ത് കയറി അടുപ്പ് കൂട്ടുമെന്നാണ് പറഞ്ഞത്, 2 കാലിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കേരളം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ക്യാമ്പസുകളിൽ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ CPMൻ്റെ പാർട്ടി സെക്രട്ടറി അല്ലെന്നേ പിണറായി വിജയൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ സമാധാനപൂർണ്ണമായിരിക്കാൻ, അങ്ങനെ സമാധാനപൂർണ്ണമാക്കി നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ളയാളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഇങ്ങനെ സംസാരിച്ചുകൂടാ. നിങ്ങൾക്കൊരു പൊതുസഭയിൽ പോയിട്ട് പറയാം, കേരളത്തിൽ ഈ പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയിട്ടുള്ള സംഭാവനകളൊക്കെ പറയാം, അവരുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ മരിച്ചു വീഴുന്നതിനെക്കുറിച്ച് പറയാം. നിയമസഭ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലമാണ്. അവിടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് കൂടിയാണ് താങ്കൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ താങ്കൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എന്ത് സ്വീകരിച്ചു എന്ന് പറയണം. ഈ കാര്യത്തെ അപലപിക്കണം. കാരണം വെച്ചാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം കൊലവിളികൾ നടക്കേണ്ട ഒരു സമൂഹമാണോ കേരളം എന്ന് പറയുന്നത്? നിങ്ങൾ ഈ കൊലവിളികളെ അംഗീകരിച്ചുകൊണ്ട്, നിങ്ങൾ ഈ കൊലവിളികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയാൽ ആ നിമിഷം ജനം നിങ്ങൾക്ക് എതിരാകുമെന്നേ. അതിപ്പം പിണറായി വിജയൻ എന്നല്ല, ആര് ഈ രീതിയിൽ എവിടെ സംസാരിച്ചാലും ജനങ്ങളെതിരാകും. അതിനെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഓരോ വാക്കുകളും പിണറായി വിജയൻ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ആഫ്റ്റർ 2024 ഇലക്ഷൻ ഡിഫീറ്റ്, ഈ പറയുന്ന പരാജയത്തിന് ശേഷം കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പിണറായി വിജയൻ പെരുമാറണം. കാരണം പിണറായി വിജയനാണ് ഇന്ന് CPMൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്, അല്ലേ? പ്രായം കൊണ്ട് തന്നെ ഏറ്റവും മുതിർന്ന
നിൽക്കുന്ന നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ഏക മുഖ്യമന്ത്രിയാണ്. ആ അർത്ഥത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്നും രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ CPM ഇപ്പോഴുള്ളത് ഈ കേരള സംസ്ഥാനത്താണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2004 ഞാൻ പശ്ചിമ ബംഗാളിൽ പോയിട്ടുണ്ട്. ജ്യോതി ബസുവിനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് പോയത്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ജ്യോതി ബസുവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയാണ്. ഞാൻ കുറച്ച് കൽക്കട്ടയ്ക്ക് പുറത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു ജേർണലിസ്റ്റ് എന്നുള്ളത്. എനിക്ക് ഒരു കൗതുകം, ഞാൻ ആദ്യമായിട്ടാണ് ബംഗാളിൽ പോകുന്നത്. അരുണെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ അടക്കം നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഈ ഏരിയ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെയാണ്. അങ്ങനെ അവിടുത്തെ ഈ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളുടെയും ചുമതലക്കാരായി നിൽക്കുന്നത് പാർട്ടിയാണ്. 2007 ഞാൻ ഒരിക്കൽ കൂടെ പോകുന്നുണ്ട് അവിടെ. അത് നന്ദിഗ്രാം റിപ്പോർട്ട് ചെയ്യാനായിരുന്നു. നന്ദിഗ്രാം കലാപം ഉണ്ടായ സമയത്ത് നേരെ തിരിഞ്ഞു വന്നേ ജനം. അപ്പോഴൊക്കെ ഈ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ വരുമ്പോൾ കേൾക്കുന്ന ഒരു ആരോപണമുണ്ട്, ഈ സെൽ ഭരണം എന്നൊരു വാക്കുണ്ട്. സെൽ ഭരണമാണ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ ലോകത്ത് എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പാർട്ടി മെഷീനറിയാണ് ആ എല്ലാ സംവിധാനങ്ങളെയും ചലിപ്പിക്കുക. അവർക്കൊരു നിരീക്ഷണം ഉണ്ടാകും, അവർക്കൊരു സർവെയിലൻസ് ഉണ്ടാകും, അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക. ഇവിടെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാർട്ടിയുടെ തുടർ അധികാരം എന്ന് പറയുന്നത് വല്ലാത്തൊരു ധാർഷ്ട്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ 2021 രണ്ടാം വരവുണ്ടല്ലോ, ആ രണ്ടാം വരവിന് ശേഷം നമ്മൾ ഈ പറയുന്ന CPM ഒരു വിലയിരുത്തലുണ്ട്. എന്താണ് CPM വിലയിരുത്തൽ? UDF ദുർബലമായിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം വെച്ചാൽ UDF ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ കേരള കോൺഗ്രസ് എം. അത് നേരെ LDF വന്നു. കേരള കോൺഗ്രസ് എം വരുമ്പം പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ഈ 4 ജില്ലകളിൽ എന്തായാലും നല്ലൊരു വോട്ട് ബാങ്ക് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ വോട്ട് ബാങ്ക് പോകത്തില്ലെന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് എം പ്രതിനിധാനം ചെയ്യുന്നൊരു സമുദായ വിഭാഗം കൂടി ഷിഫ്റ്റ് ചെയ്യുകയാണ് പിന്നെ LDF. അതിനോടൊപ്പം തന്നെ ഈ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും ഒക്കെ ഒരു പിന്തുണ, ഒരു വോട്ട് ബാങ്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, CPM കയ്യിലുണ്ട്. മാത്രവുമല്ല, സമസ്തയിൽ പോലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ CPM കഴിഞ്ഞുന്നേ. സമസ്തയിൽ ഒരു വിഭാഗം പരസ്യമായിട്ട് തന്നെ ഇടതുപക്ഷമാണ് നന്നായിട്ട് ഫാസിസ്റ്റ് പ്രതിരോധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരെ വളരെ ഭംഗിയായി വന്ന് നിന്നിരുന്നല്ലോ. അപ്പം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു നല്ല ശതമാനം കൂടി ഇപ്പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായി. അപ്പോൾ എന്തൊരു മനോഹരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. നോക്ക്, ഇവിടെ ഇങ്ങനൊരു സാമുദായിക ചേരുവ വന്നാൽ പിന്നെ UDF അധികാരത്തിൽ വരാൻ കഴിയില്ല, നടക്കില്ല. കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല. അപ്പോൾ എന്താണ്? ഭരണ തുടർച്ചകളുടെ ഒരു ഘോഷയാത്ര സംഭവിക്കാനിരിക്കുന്നു എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ജനവികാരം തിരിയുന്നത് എങ്ങനെയാണെന്ന് അറിയാം, ഒറ്റ സെക്കൻഡോട് സ്വിച്ചിടുന്ന വേഗത്തിലാണ്. അതാണ് 2019. 2016 അധികാരത്തിലേറ്റി. 2019 ജനവികാരം എന്താണ്? ഈ പറയുന്ന എല്ലാ സാമുദായിക കോമ്പിനേഷനും അപ്പോഴുണ്ട്. ഈ കേരള കോൺഗ്രസ് എം വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ജനവികാരം വന്ന് തൂത്തുവാരി ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങ് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പിന്നെ കേന്ദ്രത്തിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? കേന്ദ്രത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. അതായത് എല്ലാത്തരം നല്ല സാമുദായിക കോമ്പിനേഷൻ ചെയ്തു. ഇപ്പോൾ ദ്രൗപദി മുർമു ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അല്ലേ? അതേപോലെ പിന്നെ നരേന്ദ്രമോദി OBC ആണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ബ്രാഹ്മണാണ്. അതേസമയം മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി OBC ആണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആദിവാസിയാണ്. എന്തൊരു മനോഹരമായ സോഷ്യൽ കോമ്പിനേഷനാണ്. 2024 ജനവികാരം എന്തായിരുന്നു? BJPക്കെതിരാണ്. ഒരു ജനവികാരം രൂപപ്പെടുമ്പം ഈ പറയുന്ന സാമുദായിക ചേരുവകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അവിടെ ജനങ്ങളാണ് ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കുക എന്ന് പറയുന്നത്. ഇവിടെ തുടർഭരണത്തിൻ്റെ ഒരു ഘോഷയാത്ര ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗോട് നടപ്പാക്കാമെന്നും കോൺഗ്രസ് തകർന്നു കിടക്കുകയാണെന്നും പ്രതിപക്ഷം തകർന്നു കിടക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർഷ്ട്യം വെച്ചു. ആ ധാർഷ്ട്യത്തിൻ്റെ ഓരോരോ അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ഖേദകരമാണ്. പിണറായി വിജയൻ്റെ ഈ റെട്ടറിക്കൊന്നും നിൽക്കില്ല കേട്ടോ. ഞാൻ ജനങ്ങളുടെ ദാസനാണെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ദാസനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. നിങ്ങൾ വെറുതെ റെട്ടറിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉമ്മൻചാണ്ടി പറയുന്നൊരു കാര്യം, നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മാത്രം പോരാ, അത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മാത്രം പോരാ, അത് ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ അർത്ഥത്തിൽ ഈ പറയുന്ന നിയമസഭയിൽ ഇന്ന് പിണറായി വിജയൻ ദാസനായി അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനം ഉൾക്കൊള്ളില്ല. കാരണം അതിന് തൊട്ട് മുമ്പും അതിനുശേഷമൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ്. നിലപാടുകൾ പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ആ നിലപാടിനെതിരായിട്ടൊരു ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ചെയ്യേണ്ടത് എനിക്കുള്ള കുഴപ്പം എന്താണെന്ന് ആത്മപരിശോധന നടത്തുകയും വിമർശനവും സ്വയം വിമർശനവും ഉണ്ടല്ലോ, അങ്ങനെ സ്വയം വിമർശനപരമായി വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇല്ല എങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന 2 വരികളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒന്ന്, പ്രകാശ് കാരാട്ട് പറഞ്ഞത് സത്യമാണ്. ഈ പാർട്ടിക്ക്, CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ജൈവബന്ധം നഷ്ടമായിരിക്കുന്നു. അവർ ഈ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു. ജീവൽ ബന്ധം നഷ്ടമായിരിക്കുന്നു എന്ന് പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് തോമസ് ഐസക് പറയുന്നു. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ഉണ്ടോ ഈ വിമർശനം കേട്ടോ. കാരണം വെച്ചാൽ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ ഇവിടുന്ന് പോയിട്ട് അവതരിപ്പിച്ച റിപ്പോർട്ട് എന്താണെന്നറിയോ? അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോയി എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്ന ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ സ്വയം വിമർശനം നടത്തിയിട്ടുണ്ടോ എന്നാണ്. അതായത് നിങ്ങൾ ഈ സമുദായ വോട്ടുകൾ പോയി എന്നൊക്കെ പറയുന്നൊന്നും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ റിപ്പോർട്ടിൽ സ്വയം വിമർശനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ശൈലിയുടെ പ്രശ്നം പറഞ്ഞിട്ടില്ല, അപ്രീതി ഉണ്ടായിട്ടുള്ളത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറായില്ല എങ്കിൽ
അമ്പേ ഗതികേടിലേക്കാണ് CPM പോകുന്നത്. അതിന് വളം വെച്ച് കൊടുക്കുന്ന, അതിന് പറ്റുന്ന ഓരോ സംഭവങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം, ഞാൻ ദീർഘമായി സംസാരിച്ചു എന്ന് എനിക്കറിയാം. SFIയുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ജനവികാരം ചെറുതല്ല. ഈ ചെറുക്കൻ്റെയൊക്കെ പ്രസംഗം ഉണ്ടല്ലോ, ആ ഏരിയ സെക്രട്ടറിയോ എന്തോ ഒരു പയ്യൻ്റെ പ്രസംഗം, അതിങ്ങനെ തത്തിക്കളിക്കുകയാണ് ആളുകളുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വികാരത്തെ മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി ഞാൻ എൻ്റെ ശൈലി മാറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ ഈ പാർട്ടിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഈ രീതിയിൽ നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്താൽ, നിങ്ങളെ അവതരിപ്പിച്ചാൽ പൊതുസമൂഹം മണ്ടന്മാരല്ല, അവരെ കളിയാക്കരുത്. അവരെ കളിയാക്കിയാൽ അവർ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് എൻ്റെ ടേക്ക്. തീർച്ചയായിട്ടും മാറാൻ ഉദ്ദേശമില്ലേ എന്ന ചോദ്യത്തിന് മാറാൻ ഉദ്ദേശമില്ല എന്ന സൂചനയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ഇന്നുണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദാസൻ കാരക്കൂട്ടിൽ ദാസനാകാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി അപ്പോഴും എപ്പോഴും എന്നോട് നേരിട്ടുള്ള അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ട കാര്യമല്ലേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അദ്ദേഹം നേരിട്ട് കണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം സഞ്ചരിക്കുന്ന നവകേരള സദസ്സിൻ്റെ ബസ്സിൻ്റെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കൊടിയുമായി എത്തുന്നതാണ്. ബസ് ഇടിക്കാതിരിക്കാൻ പ്രവർത്തകർ പിടിച്ചു മാറ്റുന്നു. അത് രക്ഷാപ്രവർത്തനമല്ലേ എന്ന ചോദ്യം ലോജിക്കലാണ്, ആർക്കാണ് സംശയം? പക്ഷേ അതിനുശേഷം നടന്ന എപ്പിസോഡ് നമ്പർ 2, അദ്ദേഹത്തിൻ്റെ വാഹനം പോകുമ്പോൾ തൊട്ടു പിന്നിൽ നടന്ന കാര്യം, അത് അദ്ദേഹത്തിന് നേരിട്ടപ്പോൾ കാണാൻ കഴിയില്ല. ഇത് ആ സമയത്താണ് അദ്ദേഹത്തോട് ചോദിക്കുന്നതെങ്കിൽ ഈ മറുപടി അവിടെ നിലനിൽക്കും. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ആ ദൃശ്യങ്ങൾ പ്രചരിച്ചു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തു. അതിനെ തുടർന്ന് വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷമുണ്ടാകുമ്പോൾ പിറ്റേ ദിവസം പത്രലേഖകർക്ക് അദ്ദേഹം മറുപടി നൽകുകയാണ്, ഞാൻ കണ്ട കാര്യമാണ് എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ, അവരവിടെ നടത്തിയിരിക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. ഹെൽമറ്റ് കൊണ്ട് പൂച്ചട്ടി കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തലയടിച്ച് പരിക്കേൽപ്പിച്ച് രക്തം വാർന്നൊലിച്ച് നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ പതിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇത് ഒരു രക്ഷാപ്രവർത്തനമാണ് എന്നാണ്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റു ദൃശ്യങ്ങൾ കാണാതെ പോയത്? ശരി, അത് ആ ദിവസം അദ്ദേഹത്തിന് തിരക്കൊണ്ട് കാണാതെ പോയി എന്ന് മനസ്സിലാക്കാം. തൊട്ടടുത്ത ദിവസം അന്ന് വൈകുന്നേരവും ചാനലുകളിലും പത്രങ്ങളിലും ഈ വാർത്ത വന്നതല്ലേ? മുഖ്യമന്ത്രി ആ ക്ലിപ്പ് ആവശ്യപ്പെട്ടില്ലേ? ഇൻ്റലിജൻസിനോടും തൻ്റെ ആഭ്യന്തര വകുപ്പിനോടും എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കില്ലേ? അതല്ല, താൻ കണ്ണിൽ കണ്ടത് മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ തൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിനെയും ഇൻ്റലിജൻസിനെയും തനിക്ക് വിശ്വാസമില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി തുറന്നു പറയണം. ആഭ്യന്തര വകുപ്പ് പറയുമായിരുന്നല്ലോ, എന്തിനേറെ കല്യാശ്ശേരിയിലെ പോലീസ് പറയുമായിരുന്നല്ലോ, FIR ഇട്ട് 12 പേരെ ഈ കല്യാശ്ശേരി സംഭവത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തല്ലോ, അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തല്ലോ. ആ പോലീസിനെ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വിശ്വാസമില്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇനി ആ FIRൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ ദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ? തലയിടിച്ചു മാറ്റിയതെന്താ? ഒരു കുഞ്ഞുകളിയായിട്ടാണ് മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നത്. അപ്പോൾ തൻ്റെ കണ്ണിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതത്ര നിഷ്കളങ്കമായൊരു ലോജിക്കല്ല. ആ പറഞ്ഞതിൽ നിന്ന് വ്യതിചലിക്കുന്നതിനുള്ള ഒരു മടിയായോ അല്ലെങ്കിൽ തൻ്റെ അധികാരത്തോടുള്ള അല്ലെങ്കിൽ അധികാരം തനിക്ക് തന്നിരിക്കുന്ന ഒരു തോന്നലോ അദ്ദേഹത്തെ അതിൽ നിന്ന് തടയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് എൻ്റെ ഈ വിഷയത്തിലെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അത്യന്തം നിർഭാഗ്യകരവും നിരാശാജനകവുമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയിട്ടും 7 മാസം കഴിഞ്ഞിട്ടും, ഈ സംഭവം ഉണ്ടാകുന്ന നവംബർ മാസം 23-ാം തീയതി 2023, ഇന്നിപ്പോൾ 7 മാസങ്ങൾ കഴിഞ്ഞു. ആ ദൃശ്യങ്ങൾ എല്ലാ പബ്ലിക് ഡൊമൈനുകളിലും ലഭ്യമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ ആ ദൃശ്യങ്ങളുണ്ട്. കോടതിയിൽ അവർ സമർപ്പിക്കാൻ പോകുന്നതും ആ രേഖയാണ്. അവിടെ നിൽക്കില്ല മുഖ്യമന്ത്രി കണ്ട ഈ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള വിവരണം. അപ്പോൾ സ്വന്തം ആഭ്യന്തര വകുപ്പ് പ്രതി ചേർത്തിരിക്കുന്ന ഈ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയാണ്. ഇതാണ് വളരെ ഗുരുതരമായ ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ അന്ന് അങ്ങനെ ഒരു പദപ്രയോഗം നടത്തിയിരുന്നില്ലെങ്കിൽ തുടർന്ന് നവകേരള സദസ്സിൽ SFI DYFI പിള്ളേർ ഇത്ര ധൈര്യത്തോടു കൂടി ഇറങ്ങില്ലായിരുന്നല്ലോ, കാനയിലേക്ക് ചവിട്ടി ഇറക്കില്ലായിരുന്നല്ലോ. അപ്പോൾ അതൊരു അക്രമത്തിനുള്ള ആഹ്വാനമല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ മുഖ്യമന്ത്രി? അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് നമുക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങളിലൊന്ന് എന്ന് MT വാസുദേവൻ നായർ വില്യം ഡ്രീഹിൻ്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ.
ഒരാൾക്കൂട്ടം കരുത്തുള്ള സമൂഹമായിട്ട് മാറണം, ഉത്തരവാദിത്വമുള്ള സമൂഹമായി മാറി കരുത്താർജിച്ച് സ്വാതന്ത്ര്യം നേടണം. ഒരാൾക്കൂട്ടമായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത്, അത് വിവിധ സംഘടനയിൽപ്പെട്ടവരുടെ ഒരാൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വപ്പെട്ടൊരു സമൂഹമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഒരു വയലൻസിനെ ന്യായീകരിക്കുക വഴി ഒരാൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ളൊരു സമൂഹമാക്കി മാറ്റുകയല്ല മുഖ്യമന്ത്രി ചെയ്തത്. പകരം മുഖ്യമന്ത്രി ചെയ്തത് ഒരു ക്രിമിനലുകളെ, അല്ലെ ഒരു ക്രിമിനൽ സംഘത്തിന് കൂടുതൽ ഹിംസ ചെയ്യാൻ, കൂടുതൽ വയലൻസിലേക്ക് പോകാനുള്ള ഒരു പച്ചക്കുടി കാട്ടുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അതാണ് അടിസ്ഥാനപരമായി നവകേരള സദസ്സിനെ പരാജയപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ്. ഞാൻ വിശ്വസിക്കുന്നു നവകേരള സദസ്സിലെ ബസ് അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണ്, ഞാൻ സമ്മതിക്കുന്നു. കാരണം ആ മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം ഊഹാപോഹങ്ങളുടെ പുറത്താണ്. അങ്ങനെ ഒരു ബസ്, ആ ബസ്സുമായി ബന്ധപ്പെട്ട് ആഡംബരങ്ങൾ, ഇതെല്ലാം കെട്ടുകഥകളായിരിക്കാം. പക്ഷേ ആ ബസ്സിനോടൊപ്പം സഞ്ചരിച്ച വാഹനങ്ങൾ ഞങ്ങൾ തന്നെ പുറത്തുവിട്ടു. ആ ബസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ ബാക്കിയുള്ള ചർച്ചകൾക്കെല്ലാം അപ്പുറം നവകേരള സദസ്സിൻ്റെ ലക്ഷ്യമെന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലല്ലോ. കേന്ദ്ര സർക്കാരിനെ സാമ്പത്തിക നയത്തെ ചെറുക്കാൻ അല്ലെങ്കിൽ സാമ്പത്തിക നയത്തെ തുറന്നു കാട്ടാൻ വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര സർക്കാർ മൂലമാണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തിയ ഒരു മാധ്യമ ഇടപെടലായിരുന്നു അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ജനങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ചു, എത്ര തീർപ്പുണ്ടാക്കി? ഞങ്ങളുടെ അടക്കമുള്ള അപേക്ഷകൾ സ്വീകരിച്ചു, എത്ര തീർപ്പുണ്ടാക്കി? അപ്പോൾ നവകേരള സദസ്സ് എന്നുള്ളത് മാധ്യമങ്ങളെ മറികടന്നുള്ള ഒരു ജനകീയ മാധ്യമ ഇടപെടലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നത് പറയാൻ വേണ്ടി നടത്തിയ യാത്രയാണ്. പക്ഷേ ആ യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളെ സാധൂകരിക്കാത്ത വിധം മാധ്യമങ്ങളിൽ പിന്നീട് ചിത്രീകരിക്കാൻ ഇടയാക്കിയത് മുഖ്യമന്ത്രിയുടെ ഈ പ്രയോഗമാണ്. ഈ പ്രയോഗത്തിൽ നിന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പിന്നീട് ഈ KSUവിനെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ നേരിടാൻ DYFIക്കും SFIക്കും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർക്ക് ഒരു അധികാരം കൊടുക്കുന്നതും ലൈസൻസ് കൊടുക്കുന്നതും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു ലൈസൻസ് കൊടുക്കലാണ്. ആ ലൈസൻസ് കൊടുക്കലാണ് വഴിയരികിൽ നിൽക്കുന്ന പ്രവർത്തകനെ ഒരു ചൂരൽ കമ്പ് കൊണ്ട് തൻ്റെ ഗൺമാൻ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും അത് ദൃശ്യങ്ങളിൽ പതിയുന്ന അവസ്ഥയിലേക്കും ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് നവകേരള സദസ്സിൽ നിന്ന് സംഭവിച്ചതെല്ലാം ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അനുരണനങ്ങളാണ്. ഒരു വിഭാഗത്തിന് ആത്മവിശ്വാസമേറുന്നു, മറുവിഭാഗം അതിനെ പ്രതിരോധിക്കാൻ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ കേരളം രണ്ട് ധ്രുവങ്ങളിലായി മാറി ആ യാത്രയ്ക്ക് ശേഷം. ഇതാണ് ഇതിൻ്റെ ഈ വിഷയത്തിലുള്ള എൻ്റെ രണ്ടാമത്തെ ടേക്ക്. അതുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഒരു സമൂഹത്തെ ഒരു ഉത്തരവാദിത്വപ്പെട്ട കരുത്തുള്ള സമൂഹമാക്കി മാറ്റേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മാത്രമാണോ പറയുന്നത്? ഇങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രി മാത്രമാണോ? അല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അത് അവിടെയാണ് ധീരജിൻ്റെ വധവുമായി ബന്ധപ്പെട്ട നിഖിൽ പൈലി, ആ നിഖിൽ പൈലിയെ ന്യായീകരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനവും തമ്മിൽ ഏകദേശം സാമ്യമുണ്ട്. KPCC പ്രസിഡന്റ് ഒരു കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് ഇരന്നു വാങ്ങിയ മരണമെന്നാണ്. അതിന് ഇപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്ന ജാമ്യം അത് സെൽഫ് ഡിഫെൻസ് ആണ് എന്നാണ്. സെൽഫ് ഡിഫെൻസിന് വേണ്ടിയാണോ അത് ചെയ്തത്? രക്ഷാപ്രവർത്തനവും KPCC പ്രസിഡന്റ് പറയുന്ന ഈ ഇരന്നു വാങ്ങിയ മരണവും തമ്മിൽ, ആ സെൽഫ് ഡിഫെൻസിൻ്റെ ന്യായവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇപ്പോൾ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ ഉത്തരവാദിത്വപ്പെട്ട തലങ്ങളിലിരുന്ന് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. ഇതിപ്പോൾ SFIക്കാരെ കുറിച്ച് നമ്മൾ പറയുന്നു, ശരിയാണ്. SFIയുടെ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, SFIയുടെ പ്രാദേശിക നേതാക്കൾ, ഇവരെല്ലാം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താ നോക്കൂ. ഒരു പ്രിൻസിപ്പളിൻ്റെ നെഞ്ചത്ത് കയറി ഞങ്ങൾ അടുപ്പ് കൂട്ടുമെന്നാണ് പറയുന്നത്. അടുപ്പ് കൂട്ടിയും ശവമാടമൊഴുക്കിയും ഒക്കെ താല്പര്യവും പ്രിയവും ഉള്ളവരുണ്ടാവും. പക്ഷേ അതൊരു പബ്ലിക്കിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ശവകുടീരം തീർക്കുന്നത് പോലെ അധ്യാപകരുടെ നെഞ്ച് തടുപ്പ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു പൊതുബോധത്തിൽ നിങ്ങളെ തിരസ്കരിക്കുന്നതിനുള്ള ഏറ്റവും ക്രൂരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത്? ഇത്തരം ഔട്ട്ഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത്? മനസ്സിൽ കിടക്കുന്നത് എന്താ? രക്ഷാപ്രവർത്തനമാണ്. ഇതുമൊരു രക്ഷാപ്രവർത്തനം എന്ന് ഉദ്ദേശിച്ചിട്ടാവാം ഒരു പക്ഷേ SFI ചെറുപ്പക്കാരൻ ഇത് പറയുന്നത്. നെഞ്ച തടുപ്പ് കൂട്ടുന്നതും മറ്റൊരു രക്ഷാപ്രവർത്തനമാണ്. ശവകുടീരം ഒഴുക്കുന്നത് ഇൻസ്റ്റലേഷനാണ് എന്നാണ് അന്നത്തെ മന്ത്രി പറഞ്ഞത്. അന്ന് ആ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു ഞാൻ. അന്ന് ആ വിദ്യാർത്ഥികൾ ചെയ്തത് ഇൻസ്റ്റലേഷൻ അല്ല എന്നത് എല്ലാവർക്കും അറിയാം. കാരണം ആ അധ്യാപികയോട് എന്തെല്ലാം വിയോജിപ്പുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതുണ്ടാക്കുന്ന ഒരു ഹൊററുണ്ടല്ലോ, ആ ദൃശ്യമുണ്ടാക്കുന്ന ഒരു ഹൊററും ഒരു ഭീകരതയും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അധ്യാപകയോടുള്ള വിയോജിപ്പ് സംവാദ രൂപത്തിൽ നിങ്ങൾ നടപ്പിലാക്കൂ. പക്ഷേ അതിനെ റീത്ത് വെച്ചുകൊണ്ട് നിങ്ങളത് പ്രദർശിപ്പിച്ചപ്പോൾ അതൊരു ഇൻസ്റ്റലേഷനായി മാറുകയല്ല ചെയ്തത്. പകരം അത് ആ പാർട്ടിയുടെ, പ്രത്യേകിച്ച് SFI എന്ന സംഘടനയുടെ, ഇന്ന് ആ ക്യാമ്പസ് ഭരിക്കുന്നത് KSU ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിക്ടോറിയ കോളേജ് അവിടെ അത്തരം
അടിസ്ഥാനം നഷ്ടപ്പെടുന്നത് അവിടെയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വിഷ്വൽ ട്രാപ്പുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്, അതും കൂടി പറയാതെ പോകാൻ കഴിയില്ല. മട്ടന്നൂരിൽ പഴശ്ശിയുടെ പേരിലുള്ള NSS കോളേജിലെ പ്രിൻസിപ്പളിനെ ഇന്ന് KSUവിൻ്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ചേർന്ന് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം വന്നിട്ടുണ്ട്. ഇത് തിരുവനന്തപുരമല്ല, ഇത് മട്ടന്നൂരാണ് എന്ന് ഓർമ്മിച്ചോളൂ. അവർ സമരം ചെയ്തത് അതിലും വിചിത്രമായ ഒരു കാര്യത്തിലാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട നീറ്റ് വിഷയത്തിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥികൾ രാജ്യമെമ്പാടും വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സമരം ചെയ്യാനായിട്ട് വിദ്യാർത്ഥികളെ ഇറക്കി വിടുമ്പോൾ അതിനെതിരെയാണ് KSU പ്രവർത്തകർ പോയി സമരം ചെയ്തിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ വിഷയത്തിനെതിരെ KSU പ്രവർത്തകർ സമരം ചെയ്തു എന്നൊരു വ്യാഖ്യാനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ആര് ചെയ്താലും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തെ, ഞാൻ അതുകൊണ്ടാണ് MT പറഞ്ഞ വില്യം റീഹിൻ്റെ വാക്കുകൾ ആവർത്തിക്കുന്നത്, ഒരാൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നേതാക്കൾക്കാണ്. ആ നേതാക്കൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അപകടം പിടിച്ച വാക്കുകളായി മാറുന്നു. അതുകൊണ്ടാണ് വിവരദോഷി എന്നുള്ള വാക്ക് നമ്മൾ ചർച്ച ചെയ്തതല്ലേ, അത് ഇതേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നല്ലേ ഉണ്ടായത്. നമ്മളതിനെ ന്യായീകരിച്ചു പല ഘട്ടങ്ങളിൽ പല ആളുകൾ. അത് പറഞ്ഞത് കിറ്റ് കൊടുത്തതിനെക്കുറിച്ച്, കേരളത്തിലെ ജനങ്ങളെ അപഹസിച്ചതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷേ വിവരദോഷി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം എന്തുകൊണ്ടാണ്? പരനാറി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം എന്തുകൊണ്ടാണ്? നികൃഷ്ടജീവി എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പല തലങ്ങളിലുള്ള പ്രത്യാഘാതങ്ങൾ. ഈ ചില വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ആശയത്തെ തന്നെ ചിലപ്പോൾ പരാജയപ്പെടുത്തും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഈ ദൃശ്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അത് രക്ഷാപ്രവർത്തനമല്ല എന്ന് ബോധ്യമാകാത്തത്? ഇത് മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ വിശ്വസിക്കുന്നതാണോ? മുഖ്യമന്ത്രി അതല്ല, താൻ പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നതാണോ എന്നതാണ് എൻ്റെ സംശയം. എന്തായാലും ഈ വിഷയത്തിൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ നടക്കുമ്പോഴും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാറാൻ ഉദ്ദേശമില്ലേ എന്ന് ചോദിച്ചാൽ മാറാൻ ഉദ്ദേശമില്ല എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. അതാണ് എൻ്റെ ടേക്ക്. സുജയ, നമുക്ക് സുജയയിലേക്ക് പോകാം, അതിനുശേഷം നമുക്ക് ഇടവേളയ്ക്ക് വരാം അല്ലേ? മതിയോ? ഓക്കെ. ജനങ്ങൾ ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, അതിന് പ്രതിപക്ഷ നേതാവ് കൊടുത്ത മറുപടി, അതെല്ലാം മാധ്യമങ്ങളിലൂടെ ആവർത്തിച്ചും നിയമസഭ തത്സമയം വെബ് സ്ട്രീമിംഗ് വഴിയും അങ്ങനെയൊക്കെ പല മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഇതിനകം തന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്, ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നടത്തിയ വിശകലനത്തിൻ്റെ തുടർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദാസനാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജനം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നതാണ്, ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയ, ജനങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കൂടി അത് തോന്നണം എന്ന് പിണറായി വിജയനോട് ജനം തിരിച്ചു പറയുകയാണ്. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, ജനങ്ങളുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? എനിക്ക് തോന്നിയിട്ടില്ല. ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു ദാസനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. അത്രയ്ക്ക് ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിയമസഭയിലെ മറുപടി തന്നെ ആ ധാർഷ്ട്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അത്രയും അഹങ്കാരത്തോടെ, അഹന്തയോടെ മറുപടി പറയുകയാണ്. ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയും, കാണാത്ത കാര്യം, അദ്ദേഹത്തിന് ഇരുന്ന സീറ്റ്, ആ വാഹനമൊക്കെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇപ്പുറത്ത് പൂച്ചട്ടി രക്ഷാപ്രവർത്തനം, ഹെൽമെറ്റ് അടിയൊക്കെ നടക്കുന്നത്. ആ കാണാത്ത കാര്യം, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ, കാണാത്ത കാര്യം ദൃശ്യങ്ങളായി മുന്നിലുണ്ടല്ലോ. അങ്ങയുടെ മുന്നിൽ ഇതുവരെ ആ ദൃശ്യം എത്തിയിട്ടില്ല, അങ്ങ് അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറയരുതേ. അങ്ങ് അത് കാണാതിരിക്കുകയാണ്, അങ്ങ് അത് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു വാഹനം, അതായത് നവകേരള യാത്രയ്ക്കായി ഉപയോഗിച്ച ബസ് കടന്നു പോയതിനു ശേഷം നടന്ന വളരെ വിവാദമായ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്നിതുവരെ കണ്ടിട്ടില്ല എന്ന മട്ടിൽ, കണ്ട കാര്യമേ ഞാൻ പറയൂ, മറ്റത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ മലയാളികൾക്ക് കഴിയുമെന്നങ്ങ് ദയവ് ചെയ്ത് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ നോക്കൂ, SFIയെ കാടടച്ച് വിമർശിക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, KSU അവിടെ അങ്ങനെ ഒരു കള്ളമാണ് പറഞ്ഞതെങ്കിൽ ഇന്നിപ്പോൾ സാൻജോസ് നമ്മുടെ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളിലും പതറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തെളിയണം. ഇടിമുറിയുണ്ട് എന്ന് നിയമസഭയിലും ഇന്ന് പറയുകയാണ്, നിയമസഭയിലും ഇന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇടിമുറിയിലിട്ട് സാൻജോസിനെ ഇടിച്ചെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് തെളിയിക്കണം. അതല്ല KSU മനഃപൂർവ്വം അങ്ങനെയൊരു അക്രമത്തിന് പദ്ധതിയിട്ടതാണ്, SFIയെ മനഃപൂർവ്വം കൊടുക്കാനായി നോക്കിയതാണ് എങ്കിൽ അതും പുറത്തു വരണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടി മാത്രമേ ഈ ക്യാമ്പസ് പിടിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം അത് KSUവിന് നൽകിയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ കാര്യവട്ടം ക്യാമ്പസിൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ ഇടിമുറിയെക്കുറിച്ച്, ഇടിമുറിയിലൂടെ വളർന്നു വന്നവരല്ല SFIയുടെ വളർച്ച, കഴിഞ്ഞ 50 വർഷത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇടിമുറി മാത്രമല്ല, വെട്ടും കുത്തും എല്ലാ സംഭവത്തിലൂടെയും കടന്നു വന്നിട്ടുള്ള സംഭവ ബഹുലമായ ചരിത്രമാണ് 50 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ SFIയെ വിമർശിക്കുമ്പോൾ SFI വിമർശനത്തിന് അതീതമാണ് എന്ന്
എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്നു, പാർട്ടി തിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ, ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉള്ള സമയത്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാചകങ്ങൾ വന്നു വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു പാർട്ടി അതിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടുള്ള കണക്ട് മെച്ചപ്പെടുത്താനായിട്ടൊരു ശ്രമം നടത്തേണ്ട സമയത്താണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഞാൻ കണ്ട കാര്യം അന്നും എന്നും പറയും. അപ്പോൾ അന്ന് കണ്ടത് ഇതുവരെ ഇങ്ങേർക്ക് മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്ന് ജനം തിരിച്ചു ചോദിക്കും. മനസ്സിലെങ്കിലും ചോദിക്കും. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ പോലും മനസ്സിൽ ചോദിക്കും, ഇതെന്താ പിന്നെയും ഇങ്ങനെ പറയുന്നത്, ഇതുവരെ ഇതൊന്നും മനസ്സിലായില്ലേ എന്ന് വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ പോലും ചോദിച്ചു പോകും. അവരടക്കം വോട്ട് ചെയ്യേണ്ടവരാണ്. അവരടക്കം വോട്ട് ചെയ്താലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചു വരവിനുള്ള ഒരു സ്കോപ്പ് കേരളത്തിലുള്ളൂ. അതുകൂടി കൊട്ടിയടയ്ക്കുകയാണ്. നേരത്തേതുപോലെയൊന്നുമല്ല. സ്ത്രീ വോട്ടർമാരൊക്കെ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടൊന്നും വോട്ട് ചെയ്യുന്ന കാലമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇപ്പോൾ അഭിപ്രായ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വീട്ടിലിരുന്ന് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരാണ്. അവർ കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. പലയിടങ്ങളിലും വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലാണ്. അത് CPM മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെ അവസ്ഥ അധികം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പാർട്ടിക്കാരുടെ ഗുണ്ടായിസത്തിന് അതിപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും കേരള കോൺഗ്രസ് M ആയാലും NCP ആയാലും ഏത് പാർട്ടി ആയാലും സ്വന്തം പാർട്ടിയിലെ ആളുകൾ ഗുണ്ടായിസം ചെയ്താൽ അത് ഗുണ്ടായിസമാണെന്ന് പറയുകയെങ്കിലും ചെയ്യണം. അതൊരു മിനിമം മര്യാദയാണ്. കാരണം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുമെന്ന് ഉറപ്പ് നൽകി അധികാരത്തിലേക്ക് പോകുന്നവരാണല്ലോ ഓരോ പാർട്ടിയിലെയും നേതാക്കൾ. അപ്പോൾ സ്വന്തക്കാർ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം എൻ്റെ ആളാണ് അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്താൽ ഞാൻ കണ്ണടയ്ക്കും എന്ന് പറയുന്നത് ശരിയല്ല. ആരായാലും തെറ്റിന് നേരെ തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു നേതാവാവുകയുള്ളൂ. ആ നേതൃഗുണം പിണറായി വിജയൻ ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിയമസഭയിൽ നമ്മൾ കണ്ടത്. അതായത് ന്യായീകരിക്കുകയാണ്, തെറ്റിനെ ന്യായീകരിക്കുകയാണ്. തെറ്റിനെ ന്യായീകരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ എത്ര നല്ല നേതാവാണെങ്കിലും നിങ്ങളിലെ ആ നേതൃഗുണം നഷ്ടമാകുമെന്നുള്ളതാണ് ഇന്നത്തെ നിയമസഭയിലെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ വാർത്തയായി നമ്മുടെ മുന്നിലുള്ളതും അതാണ്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ ധാർഷ്ട്യം തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ ധാർഷ്ട്യം എന്ന് പറയുമ്പോൾ ആ ധാർഷ്ട്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിമർശിച്ചിട്ടുള്ളത് ആരുടേതാണ്? മുഖ്യമന്ത്രിയുടേതാണ്. മൈക്കിന്റെ അടക്കം പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ജസ്റ്റേഴ്സ് അവതാരകയോട് അങ്ങനെ പല പല കാര്യങ്ങളിലും ഈ ധാർഷ്ട്യം എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിൽ പിടിച്ചുകൊണ്ട് കേരളം വിമർശിച്ചിട്ടുള്ളതാണ് പിണറായി വിജയനെ. ഇന്ന് അദ്ദേഹം അതേ ധാർഷ്ട്യത്തോടു കൂടിയാണ് ആ മറുപടി നൽകുന്നത്. ഞാൻ അന്ന് കണ്ടത് അന്ന് പറഞ്ഞു, ഇന്നും പറയും, നാളെയും പറയും എന്നുള്ള മട്ടിൽ ഒരു മാറ്റവുമില്ല. ഞാൻ ഒരു പോയിന്റ് പോലും മാറ്റാൻ തയ്യാറല്ല. അന്നത്തെ എൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ തത്തയെ വളർത്തുന്നുണ്ടെങ്കിൽ അറിയാം, തത്ത നമ്മൾ എന്താണോ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അത് തന്നെ പറയുള്ളൂ. തത്ത മാറ്റത്തേ ഇല്ല, അതേ സെൻറ്റൻസ് ആയിരിക്കും തത്ത പറയുന്നത്. അപ്പോൾ ഈ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തത്തയെ പതുക്കെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറക്കി വിടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് ജനങ്ങൾക്ക് വിടുന്നു. ഇനി CC അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേതാക്കളുടെയും അണികളുടെയും പെരുമാറ്റം അത്ര പോരാ, മോശമാണ്. ആ പെരുമാറ്റം മോശമാണ് എന്ന് പറയുമ്പോൾ അത് തിരുത്തേണ്ടതായ കാര്യമാണ് എന്ന് CC ഉൾക്കൊള്ളുകയാണ്. അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം തെറ്റ് തിരുത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതാണ് അതിലെ പ്രധാനപ്പെട്ട ടേക്ക്. തെറ്റ് തിരുത്തി, തെറ്റാണ് സംഭവിച്ചത് എന്ന് തിരുത്തേണ്ട സമയത്താണ് ഉണ്ണിസാറെ രക്ഷാപ്രവർത്തനം സൂപ്പറാണ് എന്ന് വീണ്ടും പറയുന്നത്. ആ രക്ഷാപ്രവർത്തനത്തെയാണ് ജനം ഇങ്ങനെ കഴിഞ്ഞ 7 മാസമായിട്ട് ഇങ്ങനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലാകുന്നില്ല അത് രക്ഷാപ്രവർത്തനമാണ്. പിടിച്ചു മാറ്റണ്ടേ? ആത്മഹത്യക്ക് ശ്രമിച്ചത് അപ്പോൾ തടയണ്ടേ? അവരുടെ ജീവൻ രക്ഷിക്കണ്ടേ? ജീവൻ രക്ഷിക്കാനായി പിടിച്ചു മാറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു വാഹനത്തിന്, ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഡോക്ടർ അരുൺ വാഹനം വന്ന് ഇടിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ അരുണിനെ കൈപിടിച്ചു മാറ്റും. എന്നിട്ട് ഞാൻ ഇപ്പുറത്തുള്ള ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കില്ല. അത് രക്ഷാപ്രവർത്തനമല്ല, അത് കൊലപാതക ശ്രമമാണ്. ഞാൻ ഒരിക്കലും താങ്കളെ ചെയ്യില്ല, താങ്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും തലയൊന്നും തല്ലിപ്പൊട്ടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് തല്ലിപ്പൊട്ടിക്കില്ല, ദേഹോപദ്രവം ഏൽപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് ഒരു ബസ്സിന് മുന്നിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അയാളെ പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അയാളെ വീണ്ടും ഉപദ്രവിക്കുമ്പോൾ അവിടെ എവിടെയാണ് രക്ഷിക്കൽ? അവിടെ എവിടെയാണ് ജീവൻ രക്ഷ? അയാളുടെ ജീവൻ നശിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? ഇത്രയും ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കാണാത്ത കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ്. ഒരു വാചകം പറഞ്ഞോട്ടെ. ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആളെ പിന്നീട് എന്ത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്നറിയോ? ആംബുലൻസിലാണ്. ആണ്.
ഓക്കെ. അപ്പോൾ എന്തായാലും ആ ചെടിച്ചട്ടി രക്ഷാപ്രവർത്തനത്തിന് വിധേയനായ വിധേയനായ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് രക്ഷിച്ച ആള് പിന്നെ പോയത് ആംബുലൻസിലാണ്. അതാണ് ആ നിലവിളി ശബ്ദം വിട്ട് പോകേണ്ടി വന്നു. മുഖ്യമന്ത്രി പക്ഷേ കണ്ടില്ല. 7 മാസമായിട്ട് മുഖ്യമന്ത്രി കണ്ടില്ല. മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും ആ ഓഫീസിലുള്ളവരോ ആരെങ്കിലും ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. മുഖ്യമന്ത്രി നമ്മുടെ മീറ്റ് എഡിറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് റിപ്പോർട്ടറിന്റെ പ്ലേലിസ്റ്റിലും ഉണ്ടാകുമല്ലോ അന്നത്തെ ജീവൻ രക്ഷാപ്രവർത്തനം, ഉറപ്പായും ഉണ്ടാകും, ആ സ്റ്റോറീസ് ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ ആ ദൃശ്യങ്ങളുണ്ട്. അതായത് റിപ്പോർട്ടറിന്റെ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും പക്കലുള്ള എല്ലാവരും ആവർത്തിച്ച് ടെലികാസ്റ്റ് ചെയ്ത ആ ദൃശ്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അവസരം കൊടുത്തിരിക്കുകയാണ്. അതെ. അപ്പോൾ എന്നിട്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് നുണ പറയുന്നത്? അതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് നിയമസഭയിലൊക്കെ വന്ന് നുണ പറയുന്നത് എന്തിനാണ്? ഞാൻ കണ്ടത് ഇതാണ്, ഞാൻ കണ്ട കാര്യം അന്നും ഇന്നും പറയും. അങ്ങ് കണ്ട കാര്യം പറയണം, അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷെ അങ്ങ് കണ്ടില്ല എന്ന് വെച്ച് അവിടെ നടന്ന കാര്യം സത്യമല്ലാതാകില്ല. അവിടെ അത് നടന്നതാണ്, അവിടെ നടന്ന കാര്യം സത്യമാണ്. കാഴ്ചയിൽ പെടാത്തതും കാഴ്ച മറയ്ക്കുന്നതുമാണ് നമ്മുടെ മുഖ്യമന്ത്രി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ കാഴ്ച മറച്ചുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടി അങ്ങൊന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞ ഇടിമുറിയിൽ വളർന്നു വന്ന പ്രസ്ഥാനമല്ല, അതിനോടൊക്കെ യോജിക്കുന്നു. വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച ഗുണ്ടാപ്പട, അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ അതൊക്കെ രാഷ്ട്രീയ പ്രതികരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പിണറായി വിജയനെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഗുണ്ടാപ്പടയൊന്നും കേരളത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ മേലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി എം വി ഗോവിന്ദൻ പറഞ്ഞ ഒരു വാചകം കൂടി, കായംകുളത്തൊക്കെ എല്ലാം കൃത്യമായി വിലയിരുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. 3ാം സ്ഥാനത്തായത്. വെള്ളാപ്പള്ളിയോട് CPIM കാട്ടിയ സഹിഷ്ണുത തിരിച്ച് പാർട്ടിയോട് കാണിച്ചില്ല, കണ്ടെത്തലാണ്. അപ്പോൾ ഈ സഹിഷ്ണുത പറഞ്ഞാൽ എന്താണ്? കേസെടുക്കില്ല, രക്ഷിച്ചോളാം, അതൊക്കെയാണോ ഈ സഹിഷ്ണുതയുടെ ലെവൽ എന്ന് പറയുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കൃത്യമായി വിമർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല. നേരത്തെ കൂറിലോസ് പിതാവിനെയൊക്കെ വിമർശിക്കാനായി, ബിഷപ്പിനെ വിമർശിക്കാനായിട്ടൊക്കെ വലിയ താല്പര്യമായിരുന്നു. പെട്ടെന്ന് വിവരദോഷി എന്ന് വിളിച്ചു. വെള്ളാപ്പള്ളിയെ ഇതുവരെ വിമർശിച്ചോ? ഇല്ലല്ലോ. വീണ്ടും എങ്ങനെയാണ് BJP പാളയത്തിലേക്ക് പോയത്, തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതാണ് ചർച്ച. അപ്പോൾ വിമർശിക്കേണ്ടതാണ്. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിന് ഇങ്ങനെ പറയാമോ? അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉയർന്നു വന്നപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒരു കാര്യവും പറയില്ല. അതായത് പേടിക്കേണ്ടവരെ പേടിക്കാൻ നന്നായിട്ടറിയാം. പാവപ്പെട്ട ജനത്തിന്റെ മെക്കിട്ട് കയറിയാൽ ആര് ചോദിക്കാനാ? യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെയൊക്കെ തല്ലിച്ചതച്ചാൽ ആര് ചോദിക്കാനാ? പ്രതിപക്ഷം കുറേ ബഹളം വയ്ക്കും. പക്ഷേ ഇന്നൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. AASF പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണെന്ന്. അതായത് സ്വന്തം മുന്നണിയിൽ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതിനോട് യോജിപ്പില്ലാത്ത സംഘടനകൾ തന്നെയുണ്ട്. അപ്പോൾ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കരുതി പ്രതികരിക്കണമെന്നാണ്. അതിലെ നേതാക്കളോട്, അദ്ദേഹത്തോടും അത് തന്നെയാണ് പറയാനുള്ളത്. കരുതി പ്രതികരിക്കണം, കള്ളം പറയരുത്. ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി. ബിനോയ് വിശ്വം, ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ, ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇതാണ്: ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയിലല്ല SFI പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും ആഴവും അറിയില്ല. പ്രാകൃതമായ സംസ്കാരം SFIക്ക് നിരക്കുന്നതല്ല. അവരെ ചരിത്രം പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ബാധ്യതയാകും. ഇത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വിമർശനങ്ങളൊന്നും തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളോ പ്രതിപക്ഷത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന മാധ്യമങ്ങളോ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്ന് തുടങ്ങി കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ഈ വിമർശനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷികളും ഇതേ വിമർശനങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിക്കരുത് എന്നാണ് എൻ്റെ നിലപാട്. ഇന്നിപ്പോൾ എനിക്കൊന്ന് മറുപടി പറഞ്ഞിരിക്കും. സീതാറാം യെച്ചൂരി പറഞ്ഞൊരു പ്രയോഗമുണ്ട്. മത്സ്യവും ജലവും തമ്മിലുള്ള ബന്ധം പോലെയാണ് പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം, നേതാക്കളും പാർട്ടിയും തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ്. അതായത് ഈ ജലത്തിൻ്റെ ആഴമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചില മത്സ്യങ്ങൾ അമിത ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ ഒന്ന് വെള്ളത്തിൻ്റെ മുകൾ പരപ്പിലേക്ക് വന്ന് ഉയർന്നു പൊന്താനൊരു ശ്രമം നടത്തും. ജലത്തിൻ്റെ ആഴത്തിൻ്റെ കരുത്തിലാണ് ഈ ബക്കറ്റിലും സമുദ്രത്തെക്കുറിച്ചുള്ള കമ്പാരിസൺ, അതിൻ്റെ കരുത്തിലാണ് ഈ മത്സ്യങ്ങൾ ജലത്തിൻ്റെ തലത്തിൽ വന്നിട്ടൊന്ന് ഉയർന്നു പോകുന്നത്. അങ്ങനെ ഉയർന്നു പോകുന്ന മത്സ്യങ്ങൾ ഒരു കാര്യം ധരിക്കരുത്, അവർ പക്ഷികളായി മാറുമെന്നും ചിറകുണ്ടെന്നും ധരിക്കരുതെന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആ വെള്ളത്തിൻ്റെ ആഴമുണ്ടല്ലോ, ആ ആഴമാണ് ആ മത്സ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത്. ആ വെള്ളമില്ലെങ്കിൽ പിന്നീട് മത്സ്യമില്ല എന്ന തിരിച്ചറിവാണ് തോമസ് ഐസക്കിനോട് പറയിപ്പിച്ചത്, ML വിജയമാഷിനെ കൊണ്ട് പറയിപ്പിച്ചത്. പാർട്ടി ഉണ്ടാവും, പക്ഷേ ആളുണ്ടാവില്ല എന്ന് പറയിപ്പിച്ചത്. അപ്പോൾ പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ സത്യസന്ധമായി തന്നെ പറഞ്ഞോളൂ, കേരളത്തിലെ ജനം അത് കേൾക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ശരിയായിരുന്നില്ല എന്നൊരു വാക്ക് അന്ന് പിറ്റേന്ന്
പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ നവകേരള സദസ്സിന്റെ 140 മണ്ഡലങ്ങളിൽ ഗംഭീര വിജയമായിരിക്കും. ഗംഭീര വിജയമാണെന്ന് മാത്രമല്ല ഗംഭീര വിജയമായിരിക്കും. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളായിരിക്കും. അതെ. പക്ഷെ നമ്മളടക്കം Shift ചെയ്തു. 16 ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് എന്താണെന്നറിയാമോ? ഓരോ സ്ഥലത്തും വരുമ്പം ഒന്നുകിൽ പോലീസുകാരടിക്കും, ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരടിക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻകാരടിക്കും, ഇല്ലെങ്കിൽ CPM പ്രവർത്തകരടിക്കും. ഈ പറയുന്ന മാത്രമല്ല അത് വളരെ കൃത്യമായി മുതൽക്കൂട്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും. വളരെ അതാണ് കൃത്യമല്ലേ? ജോലി. അതെ. ആ നവകേരള സദസ്സ് ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമ്മൾ കണ്ടത് എന്താ? വലിയ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കൂടി തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക. അതൊരു ഏറ്റുമുട്ടൽ തെരുവ് യുദ്ധമായിട്ട് മാറി. അല്ല, നവകേരള യാത്ര അടിപൊളി യാത്രയായി. അതെ, ഗംഭീര. മാത്രമല്ല അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. അത് പിന്നീട് അടിയെക്കുറിച്ച് പറയേണ്ടി വരും. പത്രക്കാർ ചോദിക്കുന്ന മുഴുവൻ ഇതാണ്. അപ്പം മുഖ്യമന്ത്രി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പോലും പൂർണ്ണമായും പറയാൻ കഴിഞ്ഞു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിൻ്റെ ആഴം കണ്ട് തങ്ങൾക്ക് ചിറക് മുളച്ചു എന്ന് നേതാക്കൾ കരുതരുത്. വെള്ളത്തിൻ്റെ ആഴം മത്സ്യത്തിൻ്റെ ആത്മവിശ്വാസമാണ്, അത് പക്ഷിയായി പറക്കാനുള്ള ആത്മവിശ്വാസമല്ല എന്നതുകൂടി മാത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന കൂടി ഉണ്ട് കേട്ടോ, അതും വളരെ പ്രധാനമാണ്. അതൊരു കണ്ണുറപ്പിക്കുന്ന പ്രസ്താവനയാണ്. പാർട്ടിയിൽ നിന്ന് പൂതലിച്ച നിലയിലായി. പൂതലിച്ച എന്ന് പറഞ്ഞാൽ ദ്രവിച്ച എന്നർത്ഥം. തടി കേടാവുമല്ലോ. ചിതല് പിടിക്കുന്നത് തെക്കൻ കേരളത്തിൽ പൂതലിച്ച എന്ന് പറയില്ല, വടക്കൻ കേരളത്തിലാണെന്ന് തോന്നുന്നു പൂതലിച്ച എന്ന് പറയാം. ചിതലിച്ച എന്നുള്ള. പക്ഷേ ഇതുകൊണ്ടൊന്നും ഏതെങ്കിലും തരത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞതിനെ ന്യായീകരിക്കാനോ ഏതെങ്കിലും പ്രവർത്തകരെ മട്ടന്നൂർ കോളേജിൽ പ്രിൻസിപ്പളിന്റെ നെഞ്ചത്ത് കയറാൻ പോയതിനോ ന്യായീകരിക്കുന്നതല്ല. ഇത് അധികാരം കിട്ടുമ്പോൾ ഓരോരുത്തരും ഓരോ കാലങ്ങളിൽ കൊണ്ടുവരുന്ന ശൈലികളാണ്. പക്ഷേ ആ ശൈലി കേരളം കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാറാൻ ഉദ്ദേശമില്ലേ എന്ന ചോദ്യത്തിന് മാറാൻ ഉദ്ദേശമില്ല എന്നതാണ് ഇന്നത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. 3 പേർക്കും ഒരേ അഭിപ്രായം. Meet the editors.